നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ഭഗവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ. അപ്പോൾ നമുക്ക് വിഷുഫലം വളരെ വിശേഷമാണ്. ഈ പ്രാവശ്യത്തെ വിഷുഫലം പറഞ്ഞാൽ അപ്പോൾ അതിനകത്ത് നമുക്ക് മേടക്കൂറിനെ പറ്റി തന്നെ ആദ്യം പറയാം. മേടക്കൂറില നക്ഷത്രക്കാർക്കുള്ള ഗുണങ്ങളും ദോഷങ്ങളൊക്കെ അങ്ങോട്ട് പറയാം. മേടക്കൂറിൽ പറയുന്നത് അശ്വതി ഭരണി കാർത്തിക ഒന്നാം ഭാഗമൊക്കെയാണ് പറയണത്. അന്ന് ആൾക്കാർക്ക് പൊതുവെ ഭാഗ്യാനുഭവമാണ് വിഷുഫലത്തിൽ പറയണതേ. അശ്വതിക്കാർക്കും ഭരണിക്കാർക്കൊക്കെ അല്പം ഭാഗ്യാനുഭവങ്ങളാണ് ഈ വിഷുഫലത്തിൽ പറയണത്. അതായത് കുറേ നാളുകളായിട്ട് നടക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അതങ്ങ് നടക്കും. അതിന് നല്ല രീതിയിൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുറേ കാലങ്ങളായിട്ട് പരീക്ഷയ്ക്ക് എഴുതിയിട്ട് വിജയിക്കാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ഈ തവണ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. വിദേശയാത്രയ്ക്ക് അതുപോലെ തന്നെ വിനോദയാത്രക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. പ്രണയിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ പ്രണയ സാഫല്യമൊക്കെ ഉണ്ടാവും. വിവാഹം നടക്കാത്ത അശ്വതി ഭരണി നക്ഷത്രക്കാർക്കൊക്കെ വിവാഹം നടക്കാൻ സാധ്യതയുണ്ട്. അല്പം ഭാഗ്യമൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ച് ചിന്തിക്കുമ്പോഴേ വളരെ വിശേഷമാണ് വിഷുഫലത്തിൽ മേടക്കൂറുകാർക്കുള്ളത്. അതുകൊണ്ട് തന്നെ രോഗാതുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ വൈദ്യസഹായം ലഭിക്കാനും ആ വൈദ്യസഹായം കൊണ്ട് രോഗാതുരിതങ്ങൾ മാറാനൊക്കെ സാധ്യതയുണ്ട്. ചിലപ്പോൾ ചിലവ് വർദ്ധിക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ചിലവൊക്കെ വർദ്ധിക്കും. വരുമാനം കൂടെയല്ലേ, ചിലവുകൾ വർദ്ധിക്കും. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ പറയുന്നുണ്ട്. പിന്നെ വാദസംബന്ധമായിട്ടുള്ള രോഗമുള്ള ആൾക്കാരൊക്കെ അല്പം കൂടി രോഗാവസ്ഥ കൂടി കൂടാനുള്ള സാധ്യതയുണ്ട്. കാലുകൾക്ക് എന്തെങ്കിലും വാദ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അതൊക്കെ അല്പം കൂടി കൂടാനുള്ള ചില സാധ്യതകളുണ്ട്. ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ല, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇലക്ഷനാണെങ്കിലും അതല്ല മറ്റ് സ്ഥാപനങ്ങളിലേക്കോ മറ്റ് സ്കൂളുകളിലേക്കോ മറ്റെന്ത് ഇതിലേക്കാണെങ്കിലും അവർക്കൊക്കെ വിജയസാധ്യതയുണ്ട്. അങ്ങനെയുള്ള സമയമാണ് വിഷുഫലത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ പുതിയ കൂട്ടുകെട്ടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതുവഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ കുറി ഉണ്ടെങ്കിലൊക്കെ ആ കുറിയൊക്കെ നമുക്ക് വിജയിച്ച് കാശ് കിട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. കലാ സാഹിത്യ രംഗങ്ങളിൽ സിനിമാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അതിനകത്തൊക്കെ ഏറ്റവും നല്ല രീതിയിലൊക്കെ വിജയസാധ്യത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കലാരംഗത്തൊക്കെ വളരെ വിജയസാധ്യത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സന്താന ഭാഗ്യമില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഗുണാനുഭവങ്ങളാണ് മേടക്കൂറുകാർക്ക് വിഷുഫലത്തിൽ പറയണത്. അല്പം ചിലവ് വർദ്ധിക്കുമെന്നുള്ളൂ. പിന്നെ ശാരീരിക ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അവയെല്ലാം അതിനെല്ലാം വേണ്ട വൈദ്യസഹായം കൊണ്ട് തന്നെ രക്ഷപ്പെട്ടു പോരാനുള്ള സാധ്യതകളുണ്ട്. ശസ്ത്രക്രിയയിലൊക്കെ ഒന്നും പോകേണ്ട അവസ്ഥകൾക്കൊന്നും വരില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിലേക്കൊന്നും അവർക്ക് വരാനുള്ള സാഹചര്യങ്ങൾ വന്നു തരില്ല കേട്ടോ. പിന്നെ പശുക്കൾ നാൽക്കാലികളെയൊക്കെ വാങ്ങിച്ച് വളർത്താനുള്ള ഭാഗ്യങ്ങളുണ്ടാവും. അവയെ കൊണ്ട് ഗുണങ്ങളുണ്ടാവാനുള്ള സാധ്യതകളുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളാണ് പറയണത്. പൊതുവേ മേടക്കൂറുകാർക്ക് ഗുണങ്ങളാണ് പറയണത്. അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ മോചിതരാവാനും വീട് നിർമ്മിക്കാൻ, വാഹനം വാങ്ങിക്കാൻ, സ്ഥലം വാങ്ങിക്കാനൊക്കെ ഉള്ള ഭാഗ്യങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയണം. അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പൊതുവേ ഈ നാളുകാർക്ക് അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം നാളുകാർക്കൊക്കെ ഗുണങ്ങളാണ് പറയണത്. ഇനി എന്തെങ്കിലും മാനസിക ക്ലേശങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങനെ അനുഭവിക്കേണ്ട സാഹചര്യം വരെയാണെങ്കിൽ ശാസ്താവിന് വഴിയോടെ കഴിക്കാവുന്നതാണ്. ശാസ്താവിന് നീരാഞ്ജനം കഴിക്കാം, കരിക്കഭിഷേകം കഴിക്കുക, അതൊക്കെ വളരെ വിശേഷമാണ്. പിന്നെ കണ്ണനി, ഗുരുവായൂരപ്പന്, കൃഷ്ണന് നെയ്വിളക്ക്, കതിരപ്പഴ വഴിപാട് ഇതൊക്കെ കഴിക്കുന്ന വിശേഷമാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഈ നാളുകാർക്ക് ഉണ്ടെങ്കിൽ ഈ വഴിപാട് കൊണ്ടൊക്കെ മാറ്റം വരാവുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും പൊതുവെ മേടക്കൂറുകാർക്ക് വളരെ വിശേഷമാണ് വിഷുഫലം. ഗുണങ്ങളാണ് പറയണം, ഐശ്വര്യങ്ങളാണ് പറയണം, അഭിവൃദ്ധികളാണ് പറയണം. അപ്പോൾ മനസ്സുകൊണ്ട് സന്തോഷിക്കുക എല്ലാവരും. അശ്വതിക്കാരൊക്കെ ഒരുപാട് നാളുകളായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയായിരുന്നു. ഭരണിക്കാരൊക്കെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് അവർ അലയിരുന്ന് കർമ്മരംഗം തടസ്സം വരുന്നവരില്ല, വിദേശയാത്രക്ക് തടസ്സം വരുന്നു, ജോലി രംഗങ്ങൾ തടസ്സം വരുന്നു,
കുടുംബത്തിലൊക്കെ സ്വസ്ഥത കുറവൊക്കെ ഇരുന്നു. അതെല്ലാം മാറി ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളൊക്കെ വന്നൊരു കാലഘട്ടത്തിലേക്കാണ് ഈ മേടക്കൂറി വരുന്ന നക്ഷത്രക്കാർക്ക് വരുന്ന അനുഭവങ്ങൾ. സന്തോഷമായിട്ട് നടക്കാം. പിന്നെ മഹാദേവൻ്റെ പ്രതിപത്തന വളരെ വിശേഷമാണ്. എന്ത് ബുദ്ധിമുട്ട് വന്നാലും, എന്ത് ആപത്ത് വന്നാലും, എന്ത് കീടങ്ങൾ വന്നാലും മഹാദേവൻ്റെ പോയി കൈകൂപ്പി പ്രാർത്ഥിച്ച് പ്രദോഷ പൂജയിലൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞാൽ മാറാത്ത ഒരു ദുരിതമോ ഒരാപത്തോ ഒരു ദോഷങ്ങളൊന്നുമില്ല. കാരണം പ്രദോഷ പൂജയിൽ പങ്കെടുക്കുമ്പോഴേ എല്ലാ ദേവന്മാരെയും അനുഗ്രഹം കിട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ പൂജ കൊണ്ട് എല്ലാ ഫലങ്ങളും കിട്ടുമെന്നാണ് പറയുന്നത്. എന്ത് ദോഷമുണ്ടെങ്കിലും എന്ത് ആപത്തുണ്ടെങ്കിലും അതെല്ലാം മോചനമായിട്ട് കിട്ടും കേട്ടോ, ഒരു സംശയം വേണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസുകൾ കാണാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ അടിക്കാം. അങ്ങനെ നമ്മളുടെ ഈ സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കുക. അല്പം നാളുകളായിട്ട് വീഡിയോ ഇടാൻ സാധിച്ചില്ല. അത് അല്പം തിരക്കുകൾ കൊണ്ടാണ്. കർമ്മരംഗം, ജോലി രംഗത്തൊക്കെയുള്ള തടസ്സങ്ങളും തിരക്കുകൾ കൊണ്ടൊക്കെ ഇരുന്ന്. അപ്പോൾ എന്തായാലും മേടം കൂറുകാർക്ക് പൊതുവെ വിഷുഫലം വളരെ ഗുണമാണ്. ഒരു സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ വരില്ല, ഒരു സംശയം വേണ്ട. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും വരുന്ന കാലഘട്ടമാണ് ഈ വരുന്ന സമയങ്ങൾ. അപ്പോൾ ആ സമയം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഒരു നടപടികളിലേക്ക് പോവാതെയൊക്കെ കുടുംബമൊക്കെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള മനസ്സുണ്ടാക്കുക. വിവാഹം കഴിക്കാത്തക്കാർ വിവാഹം കഴിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. രീതിയിലും ഗുണങ്ങളാണ്. എല്ലാവർക്കും ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ഉണ്ടാവട്ടെ. ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.